ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിലെ വനിതാ ഡോക്ടറുടെ മരണകാരണം കൈകൾ കൊണ്ട് കഴുത്തു ഞെരിച്ചതാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മുഖ്യപ്രതി സഞ്ജയ് റോയ് ആശുപത്രിയുടെ അത്യാഹിത വിഭാഗത്തിലേക്ക് കയറുന്ന CCTV ദൃശ്യവും 24 ലഭിച്ചു. ആശുപത്രിയിലെ ക്രമക്കേട് സംബന്ധിച്ച രേഖകൾ SIT CBIക്ക് കൈമാറി. പ്രതിഷേധിക്കുന്ന ഡോക്ടേഴ്സ് അടക്കമുള്ളവർ പലതവണ ആവശ്യപ്പെട്ടിട്ടും പുറത്തുവിടാൻ അധികൃതർ തയ്യാറാകാതിരുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പകർപ്പാണ് 24 ലഭിച്ചത്. വനിതാ ഡോക്ടർ ക്രൂരബലാത്സംഗത്തിന് ഇരയായെന്നും ശരീരത്തിൽ 14 മുറിവുകൾ ഉണ്ടെന്നും റിപ്പോർട്ടിൽ. കൈകൾ കൊണ്ട് കഴുത്തുഞെരിച്ചതാണ് മരണകാരണം. മുഖ്യപ്രതി സഞ്ജയ് റോയ് ആർജിക്കർ മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശിച്ച CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. ഈ മാസം 9 പുലർച്ചെ 4:03 കെട്ടിടത്തിലെത്തിയതിൻ്റെതാണ് ദൃശ്യം. പിന്നീട് മൃതദേഹത്തിന് സമീപത്തൊന്നും കണ്ടെത്തിയ ഹെഡ്ഫോൺ ഇയാളുടെ കഴുത്തിലുള്ളതും ദൃശ്യത്തിൽ വ്യക്തമാണ്. CCTV ദൃശ്യങ്ങളും മറ്റനുബന്ധ രേഖകളും CBIക്ക് കൈമാറാൻ കൽക്കട്ട ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. മെഡിക്കൽ കോളേജിലെ സാമ്പത്തിക ക്രമക്കേടുകൾ സംബന്ധിച്ച രേഖകൾ SIT CBIക്ക് കൈമാറി. കൊൽക്കത്തയിലെ വിവിധ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാർ ഇന്ന് കൺവെൻഷൻ ചേരും. പ്രതിഷേധിക്കുന്ന ഡോക്ടർമാർക്ക് മേലുള്ള സമ്മർദ്ദം ശക്തമാണ്. എന്നാൽ 10 ദിവസം പിന്നിട്ട CBI അന്വേഷണത്തിന്റെ പുരോഗതി സമരം നിർത്തുന്നതിൽ നിർണായകമാകും. കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിൽ നിന്നും ജിജീന്ദ്രനൊപ്പം ബൽറാം നെടുങ്ങാടി, 24.